കൂടുതൽ ഇഷ്ടം എക്സ്പെരിമെൻ്റൽ സിനിമകളോടാണ്. ലൈക്ക് ഹൈപ്പർ ലിങ്ക്, നോൺ ലീനിയർ തരത്തിൽ സിനിമ ചെയ്യാൻ ബിടെക് വേണം. ഞാൻ എല്ലാം കാണുന്നവരെല്ലാം ബിടെക്കാരാകട്ടെ. സ്കൂൾ കാലഘട്ടം തൊട്ടേ സിനിമയും എഴുത്തൊക്കെ താല്പര്യമാണ്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ ഉടനെ ഒരു സിനിമ എന്നുള്ളതാണ്. നമുക്ക് ഇറങ്ങിയ പടം ചെയ്യണം. നിങ്ങൾ ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ ആക്ച്വലി അവിടെ എന്താ ഉള്ളത്? ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ്, ഒരു ചെറിയ ബംഗ്ലാവ് പോലത്തെ. അനശ്വര വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അനശ്വരയെ സംബന്ധിച്ചിട്ട് ആ കുട്ടി നമ്മളൊരു വലിയ ടൈം എടുക്കില്ല ആ ഒരു ക്യാരക്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ. കാട്ടുള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു തൈലം പോലൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ബാലിച്ചേട്ടൻ ഞാൻ ചെയ്തിട്ടുണ്ട് ഷോട്ട് എടുത്തിട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ തലക്ക് അടിച്ച് കയറിട്ട് നമ്മൾ ഷോക്ക് അടിച്ച പോലത്തെ ഒരു പരിപാടിയാണ്. ഷോക്ക് അടിച്ച പോലെ ഇതാക്കി ആയിപ്പോയി. ബാലിച്ചേട്ടൻ ചിരിച്ചോണ്ട് തൊട്ടടുത്തിരിപ്പുണ്ട്. ഇത് പുള്ളി പ്രതീക്ഷിക്കുന്നില്ല, നമ്മളെ പ്രതീക്ഷിച്ചില്ല. ഇത് പുള്ളി എരിഞ്ഞിട്ട് അവസാനം പുള്ളി കാരവാനിൽ പോയി. ഒരു 10 വർഷത്തിന് ശേഷം, ഒരു 2035 മഹേഷ് മധു എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും അത് ലക്ഷ്യം കണ്ടിട്ടുണ്ടോ? നമസ്കാരം. 2025 മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളിൽ ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സിനിമയായിരുന്നു എന്ന് സ്വന്തം പുണ്യാളൻ. ബാലുവും അനശ്വരയും അതുപോലെ അർജുൻ അശോകനും പ്രധാന കഥാപാത്രങ്ങളെത്തിയ സിനിമ സംവിധാനം ചെയ്തത് പുതുമുഖമായിട്ടുള്ള മഹേഷ് മധുവാണ്. ആ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ടത് ഒരുപാട് നാളുകൾക്ക് ശേഷം കുടുംബത്തിൽ നിന്ന് അമ്മൂമ്മയും അല്ലെങ്കിൽ മുത്തശ്ശിമാരും കൊച്ചു കുട്ടികളും അടക്കം ഫാമിലി തിയേറ്ററിലേക്ക് എത്തി എന്ന് അല്ലെങ്കിൽ എത്തിക്കാൻ ആ സിനിമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കേട്ട് ഒരു കോമഡി ഫാമിലി ത്രില്ലർ ജോണറിൽ ഇറങ്ങിയ ഒരു സിനിമ. അതിൻ്റെ സംവിധായകൻ മഹേഷ് മധുവാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ മഹേഷിനോട് വന്ന വഴികളെക്കുറിച്ചും ആ സിനിമയെക്കുറിച്ചും ആ സിനിമ എന്ത് മാറ്റമാണ് മഹേഷിൻ്റെ ജീവിതത്തിലും ടോട്ടാലിറ്റിയിലും ഉണ്ടാക്കിയത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് മഹേഷ് മധുവിനെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ഷോ. താങ്ക് യു. സിനിമയെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടറെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. ഞാൻ എൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറെ കൂടെ ഈ ഷോയിലൂടെ ഇൻട്രോഡ്യൂസ് ചെയ്യണം. കാസ്റ്റിംഗ് ഡയറക്ടറും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ ആണ് ആക്ച്വലി. അതൊരു പ്രതിഭാസമാണ്. സിനിമയിൽ ആദ്യമായിട്ടാണ് കാസ്റ്റിംഗ് ഡയറക്ടറിനെ ഇന്റർവ്യൂ ആണ്. അപ്പോൾ കാസ്റ്റിംഗ് വളരെ ഒരുപാട് സാധ്യതകളുള്ള ഒരു ഇതായിരുന്നു കേട്ടോ കാസ്റ്റിങ്ങിന്റെ. നമുക്ക് അതിലേക്ക് പിന്നെ വരാം. അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്യാം. പുണ്യാളൻ എന്ന സിനിമയിലെ കാസ്റ്റിംഗ് എക്സ്പീരിയൻസ് അത് ഞാൻ പിന്നെ പറഞ്ഞോളാം. അപ്പോൾ എനിക്ക് ആ സിനിമ, എനിക്ക് അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ ഏരിയ തൊട്ട് ഞാൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒരുപാട് അറിയാം. എന്നിരുന്നാലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം പുണ്യാളൻ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ട ജോണറും അല്ലെങ്കിൽ ബാല സാറിൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് അതുപോലെയുള്ള ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് പുണ്യാളൻ പോലൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചത്, അങ്ങനത്തെ ഒരു ഇത് മാറ്റിയിട്ട്? അതിനുത്തരം ഇവർ ആദ്യം പറഞ്ഞത് തന്നെയുണ്ട്. ഈ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഒരു സിനിമ ആദ്യം ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് പുണ്യാളനിലേക്ക് എത്തുന്നത്. എനിക്ക് കൂടുതൽ ഇഷ്ടം എക്സ്പെരിമെൻ്റൽ സിനിമകളോടാണ്. ലൈക്ക് ഹൈപ്പർ ലിങ്ക്, നോൺ ലീനിയർ അത്തരത്തിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളും ഈ ബാലാസാറിൻ്റെ ഒക്കെ സിനിമകളെ പോലെ റോ ആയിട്ടുള്ള സിനിമകളൊക്കെയാണ് കൂടുതൽ എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം, എഴുതാനും കാണാനൊക്കെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ പുണ്യാളൻ വളരെ ഇഷ്ടപ്പെട്ട് വളരെ ആസ്വദിച്ച് ചെയ്തൊരു സിനിമ തന്നെയാണ്. ആക്ച്വലി പുണ്യാളനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്നൊരു അങ്ങനെ ഒരു ചെറിയ സിനിമ ആയിരുന്നില്ല പുണ്യാളൻ. എനിക്കൊരു വലിയ സിനിമ, ഒരു വലിയ പ്രോസസ്സ് അതിൻ്റെ പുറകിലുണ്ട്. തുടക്കത്തിൽ ശരിക്കും സിനിമ ചെയ്യുന്നതിന് മുമ്പ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ആക്ച്വലി ആഡ്സ് ആണ് ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ആഡ് ഏജൻസി ഉണ്ട്, സ്വന്തമായിട്ട് ആഡ് ഏജൻസി. പരസ്യങ്ങളാണ് കൂടുതൽ. എത്ര വയസ്സിൽ തുടങ്ങിയപ്പോൾ ആഡ് ഏജൻസി? കോളേജ് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തതാണ്. കോളേജ് കഴിഞ്ഞൊരു 2-3 ഇയേഴ്സ് നമ്മൾ അലഞ്ഞു കിടന്നു, പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ബിടെക് സിനിമ ചെയ്യാൻ ബിടെക് വേണം. ഞാൻ എല്ലാം കാണുന്നവരെല്ലാം ബിടെക്കാരാകട്ടെ അല്ലേ? സിനിമ ചെയ്യാൻ ബിടെക് വേണോ എന്ന് അറിയില്ല. ബിടെക് ചെയ്തവർ ഒരുപാട് പേര് സിനിമയിലുണ്ട്, അറിയാം. എന്താണ് ആ സിനിമ ശരിക്കും ഏത് കാലഘട്ടം തൊട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെ? സ്കൂൾ കാലഘട്ടം തൊട്ടേ സിനിമയും എഴുത്തൊക്കെ താല്പര്യമാണ്. സ്കൂൾ യുവജനോത്സവങ്ങളിൽ നാടകങ്ങളും അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ നമുക്ക് അറിയായിരുന്നു, സ്കൂൾ തൊട്ടേ അറിയായിരുന്നു നമ്മളെ ലക്ഷ്യം, അൾട്ടിമേറ്റ് എയിം സിനിമ തന്നെയാണ് എന്നുള്ളത്. പക്ഷേ ആക്ടിങ് ആയിരുന്നു കൂടുതൽ താല്പര്യം. പിന്നെ ഈ ആക്ടിങ്ങിൻ്റെ പിന്നിൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പയ്യെ ഡയറക്ഷനിലേക്ക് താല്പര്യം പോയി. അങ്ങനെ പരസ്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ സിനിമയിലേക്ക്. ശരിക്കും ബിടെക് കഴിഞ്ഞിട്ട് കൊച്ചിയിലേക്ക് വരികയാണോ? എങ്ങനെയാണ് ആ ഒരു നമ്മുടേതായിട്ടുള്ളൊരു മേഖല കണ്ടെത്തി അതിനെ ഞാൻ പറയുന്നത്, ഇപ്പം ഒരുപാട് പേര് സിനിമ ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു പുതുമുഖ സംവിധായകൻ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഒരു സിനിമയിലേക്ക് എത്തുന്നവരെയുള്ളൊരു യാത്രയുണ്ടല്ലോ. എങ്ങനെയായിരുന്നു കൊല്ലമല്ലേ വീട്? കൊല്ലത്തുനിന്ന് എറണാകുളത്തേക്ക് എത്തുന്ന ഒരു ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ പതുക്കെ കാലുറപ്പിച്ചത്? എങ്ങനെയാണ്? എല്ലാ സിനിമ ട്രൈ ചെയ്യുന്ന ആളുകളുടെ ജേണി പോലെ തന്നെയായിരുന്നു എൻ്റെ ഇതും. സിനിമ അറിയാമല്ലോ, അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. ഞാൻ പയ്യെ കോളേജൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് പല കഥകൾ എഴുതി പല ആളുകളെ അപ്രോച്ച് ചെയ്ത് അങ്ങനെ തന്നെയാണ് നമ്മുടെ പ്രൊഡ്യൂസറിനെ കണ്ടെത്തി. അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഇപ്പോൾ കൊല്ലത്തുനിന്ന് കൊച്ചിയിലേക്ക് ഒരു യാത്രയുണ്ടല്ലോ, അത് കഴിഞ്ഞ് ആഡ് ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ. അത് ഞാൻ ആക്ച്വലി ആദ്യമേ സർവൈവ് ചെയ്യണമല്ലോ നമുക്ക്. അപ്പോൾ ഞാനങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ അങ്ങനെ വലുതായിട്ട് അസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാമെന്നുള്ള ആലോചനയിലാണ് സുഹൃത്തുക്കൾ. ആദ്യം എനിക്ക് തോന്നുന്നൊരു സുഹൃത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ പരസ്യം തന്നെയാണ് ചെയ്തത്. അങ്ങനെ പരസ്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് പൈസ കിട്ടും. അപ്പോൾ നമുക്ക് അത്രയും നാൾ ഈ സ്ക്രിപ്റ്റുമായിട്ട് നമുക്ക് അലയാനുള്ളൊരു ഫ്യുവൽ ഈ പരസ്യത്തിൽ നിന്ന് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ആദ്യം ബിടെക് കഴിഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടാണ് കൊച്ചിയിലേക്ക് വരുന്നത്. ബിടെക്കിൻ്റെ കാലഘട്ടത്തിൽ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 1-2 കഥകളൊക്കെ. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇറങ്ങി ഉടനെ ഒരു സിനിമ എന്നുള്ളതാണ്. പടം ചെയ്യണം, പെട്ടെന്ന് കോഴ്സ് കഴിയാൻ ആഗ്രഹിച്ചു നിൽക്കുകയാണ്. സിനിമകളെ കണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്താണ് എളുപ്പം, സിമ്പിളല്ലേ, ഇറങ്ങുക നേരെ ഒരു സിനിമ അങ്ങ് ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പിന്നല്ലേ ഇതിന്റെ പിന്നിൽ നടന്നപ്പോഴല്ലേ മനസ്സിലായത് ഇതിന്റെ യാത്ര വളരെ വലിയൊരു യാത്രയാണെന്നുള്ളത്. പയ്യെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് വേറെ കുറച്ച് കാര്യങ്ങൾ ആഡുകളും ഒക്കെ ചെയ്ത് പയ്യെ ഒന്ന് പിടിച്ചു തന്നിട്ട് പയ്യെ അവിടെ ഒരു സുഹൃത്തിന്റെ ആഡാണ് അതിൽ നിന്ന് തുടങ്ങി കുറച്ച് ആളുകൾ ചെയ്തു. അങ്ങനെ പയ്യെ ഒരു ആഡ് ഏജൻസി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഈ നമ്മുടെ പുണ്യാളൻ്റെ പ്രൊഡ്യൂസറും ലിഗോ സാറും ഞാൻ ആഡ് ചെയ്ത് പുള്ളിക്ക് കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ ഞാനൊരു 3-4 years പുള്ളിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രം വർക്ക് ചെയ്ത് പുള്ളിക്ക് കുറച്ചധികം ഇതുണ്ട്, മറ്റേ കൺസൾട്ടൻസി അങ്ങനെ കുറച്ച് ഓഫീസേഴ്സ് ഉണ്ട്. അതിന് ആഡുകൾ ചെയ്ത് കൊടുത്താണ് പുള്ളി എനിക്ക് പരിചയം. പുള്ളി ഞാൻ വളച്ചെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ അതിനുവേണ്ടി ഇറങ്ങി തിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ഇതായിട്ട് എത്തും അല്ലേ? അതൊരു നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഡൈവേർട്ട് ആവാതെ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ ഉറപ്പായും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തും. ചിലപ്പോൾ 1-2 ചില ആളുകൾ 1-2 വർഷത്തിലെത്തും, ചില ആളുകൾ 10 വർഷം എടുക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തും. എത്ര വർഷം എടുത്തു പുണ്യാളിലേക്ക് എത്താൻ? ടോട്ടൽ കോളേജ് പാസ് ഔട്ട് ചെയ്ത് ഞാൻ വേറെ ഒരു ജോലിക്ക് പോയിട്ടില്ല. ഏകദേശം 10-12 കൊല്ലം എടുത്തു പുണ്യാളൻ എന്ന് പറയുന്ന എൻ്റെ ആദ്യ സിനിമയിലേക്ക് എത്താൻ. ദാദാ ഫാൽക്കെ ഒരു പുരസ്കാരം കിട്ടിയ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തില്ലേ? അത് പിന്നെ എങ്ങനെയാ? അത് വളരെ ചെറിയ ബഡ്ജറ്റ് ചെയ്തു. ഈ സാറ് തന്നെയാണ് സിനിമ ചെയ്യാൻ വേണ്ടി ചെയ്തതാണോ? അല്ലല്ല, ഞാൻ കുറേ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ചെയ്ത ഒരു ഷോർട്ട് ഫിലിം ആക്ച്വലി നമ്മൾ അതിനായിട്ട് വേണ്ടി വന്നു, ആഡ് ഫിലിംസ് ചെയ്തു, ഷോർട്ട് ഫിലിംസ് ചെയ്തു. അങ്ങനെ സിനിമയിലേക്ക് പതുക്കെ വന്ന് ആ വഴിയിൽ പരിചയപ്പെട്ട് അങ്ങനെ എത്തിയതാണ്. ആക്ച്വലി അസിസ്റ്റ് ചെയ്തിട്ടില്ല, ഇല്ല, ഒരു സിനിമയിലും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ സ്വയം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ പഠിച്ച് ചെയ്യാന്നൊക്കെ പറയുന്നത്. സുഹൃത്തുക്കളുണ്ട്, അപ്പോൾ പല ലൊക്കേഷനിൽ പോവുകയും സിനിമയോട് ചേർന്ന് നിന്നിട്ടുണ്ട്. ഏകദേശം ഒരു 6-7 കൊല്ലമായിട്ട് സിനിമയോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. ഈ പറയുന്ന പോലെ ഒരു പൂർണ്ണമായും ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് വർക്ക് ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ നമുക്കൊരു പ്രൊഡ്യൂസറെ കിട്ടി. പ്രൊഡ്യൂസർ വന്നു, അതിലേക്ക് കഥ എഴുതാനൊരു അല്ലെങ്കിൽ സ്ക്രിപ്റ്റുമായിട്ടൊരു സുഹൃത്ത് സാംജി ആൻ്റണി എത്തുന്നു. പിന്നീടുള്ള യാത്രയാണല്ലോ യാത്ര. അതെങ്ങനെയായിരുന്നു? ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഞാൻ സിനിമ നമ്മൾ പൂജ വരെയുള്ള ഒരു യാത്ര പറയുകയാണെങ്കിൽ ഏറ്റവും ദുർഘടമായിട്ട് തോന്നിയ ഇൻസിഡൻസ് എന്തൊക്കെയാണ്? നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു പരിപാടിയാണല്ലോ, അതുകൊണ്ട് ദുർഘടം എന്ന് പറയുന്നൊരു പദത്തിനോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ
നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ എത്രയോ വർഷം ആഗ്രഹിച്ച് കൊതിച്ച് നടന്ന നടക്കാൻ പോകുന്നൊരു സംഭവത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ത്രില്ലും എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ്. ദുർഘടം എന്ന് പറയുന്നതില്ല. പിന്നെ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം അതിന് എല്ലാ പ്രോസസ്സിനും അതിൻ്റെതായ ഒരു എഫേർട്ടും ഹാർഡ് വർക്കൊക്കെ വേണം. അത് നമ്മൾ ആ വഴിയിലൂടെ തന്നെയാണ് വന്നേക്കുന്നത്. ഇപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ആയാലും പോസ്റ്റ് പ്രൊഡക്ഷൻ. ആർട്ടിസ്റ്റുകളെ മീറ്റ് ചെയ്ത് എങ്ങനെയായിരുന്നു ആർട്ടിസ്റ്റുകളേക്ക്? ഞാൻ ആദ്യം അർജുൻ അശോകൻ്റെ അടുത്താണ്. എനിക്കൊന്ന് അർജുനും ഒക്കെ അത്യാവശ്യം ഒരു നല്ല വാല്യൂ ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്തല്ലേ? തീർച്ചയായിട്ടും. ആദ്യം ഞാൻ അർജുൻ അശോകൻ്റെ അടുത്താണ് കഥ പറയുന്നത്. പുള്ളി ഇത് കേട്ടപ്പോൾ തന്നെ പുള്ളിക്ക് ഞാൻ ഈ കള്ളൻ്റെ വേഷം ചെയ്യാമെന്ന് പറയുകയും അതിനുശേഷമാണ് ബാലുചേട്ടനും അനശ്വരയൊക്കെ അവരത്തേക്ക് എത്തുന്നത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സ്ക്രിപ്റ്റിൽ നിന്ന് ഒരുപാട് മാറിയില്ല സ്ക്രിപ്റ്റ്, ഒരു മാറ്റങ്ങളുണ്ടായിരുന്നു. അത് ഉറപ്പായിട്ട് എല്ലാ ഒരു 80% സിനിമകളിലും ഇംപ്രവൈസേഷൻ നടക്കാറുണ്ട്. അങ്ങനെ അത് ആ ഒരു പ്രോസസ്സിൽ നടന്ന ഇംപ്രവൈസേഷൻ കുറച്ച് ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ. സിനിമ എനിക്ക് തോന്നുന്നു ആർട്ടൊക്കെ കുറച്ച് ഗംഭീരമായിട്ടായിരുന്നു ആ സിനിമയുടെ. എനിക്ക് തോന്നുന്നു ആർട്ട് വർക്ക് കുറച്ച് എടുത്തു പറയേണ്ട കാര്യങ്ങളാണല്ലേ? എന്തായിരുന്നു ആർട്ട് മേഖലയിലാണെങ്കിലും ക്യാമറ മേഖലയിലും ഒക്കെ പുതിയ പരീക്ഷണങ്ങൾ, അങ്ങനെ സിനിമയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? എനിക്ക് ഒരു ആസ് എ ന്യൂ കമർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന്. ഈ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവും. ഇതൊരു പള്ളിയിൽ നടക്കുന്ന കഥയാണ്, ഒരു 80% പള്ളിയിൽ നടക്കുന്ന കഥയാണ്. അപ്പോൾ ആ സ്ക്രിപ്റ്റിന് ഒരു പള്ളിയും ആ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പള്ളി മേടയും ആവശ്യമുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന കുറച്ച് സ്ലാപ്സ്റ്റിക് കോമഡി, അങ്ങനെ കുറച്ച് പരിപാടികളാണ് ഈ കഥയിലുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു പള്ളിയും പള്ളിമേടയും നമുക്ക് ഓർഗാനിക്കായിട്ട് കിട്ടില്ല എന്നുള്ളത് സ്ക്രിപ്റ്റ് പിച്ച് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാവുന്നതാണ്. അപ്പോൾ ആ പള്ളി പണിയണം, അതിന് വലിയൊരു കോസ്റ്റോ. ശ്രമിച്ചില്ലേ? വേറെ പള്ളികൾ കണ്ടെത്താൻ ശ്രമിച്ചു? ഞാൻ ഏകദേശം എനിക്കൊന്ന് കേരളത്തിലെ ഒട്ടുമിക്ക പഴയ പള്ളികളിൽ ഞാൻ കയറി ഇറങ്ങി. പക്ഷേ ഒരു 5 ഫാക്ടർ റെഡി ആകുമ്പോൾ 10 ഫാക്ടർ പ്രശ്നം വരും. നമ്മൾ ഈ അൾത്താരയിലും ഒക്കെ കയറി അങ്ങനെ കുറേ സീൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതൊക്കെ തടസ്സങ്ങൾ പല വന്നു. അങ്ങനെ നമ്മുടെ ആ ഡയറക്ടറിൻ്റെ ഐഡിയയും നമുക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മുടെ പുണ്യാളനിൽ കാണുന്ന പള്ളി അത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ലൊക്കേഷൻ ഹണ്ടിങ് എത്ര ദിവസം എടുത്തു? അവിടത്തേക്ക് എത്തിയെന്തുകൊണ്ടാണ്? ലൊക്കേഷൻ ഹണ്ടിങ് ആയിരുന്നു ഇതിൽ. പൊതുവെ നമ്മൾ എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളല്ലേ നമ്മൾ പൊതുവെ നോക്കുകയുള്ളൂ. ഇതിൻ്റെ ഒരു ടെറൈൻ എനിക്ക് എൻ്റെ മനസ്സിൽ ഈ സ്ക്രിപ്റ്റ് കൺസീവ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ടെറൈൻ ഒരു മഞ്ഞും മലയും ഒക്കെയുള്ള ഒരു സ്ഥലത്തായിരിക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഇത് കുട്ടിക്കാനത്തേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. കുട്ടിക്കാനത്തുള്ള ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ പള്ളിയാക്കി. അതാണ് ആ എസ്തറ്റിക്കലിയും വിഷ്വലിയൊക്കെ ഇത്രയും ബ്യൂട്ടിയായി പുണ്യാളം ഇരിക്കുന്നതിൻ്റെ വൺ ഓഫ് ദ റീസൺ അതിൻ്റെ ഒരു ടെറൈനാണ്. ഈ ആ പള്ളി പണിയാൻ എത്ര രൂപ വന്നു? അത് സ്പ്ലിറ്റ് ചെയ്തൊക്കെ നോക്കണ്ടേ. നല്ല കോസ്റ്റ്, അത്യാവശ്യം കോസ്റ്റ് ആയിട്ടുണ്ട്. എനിക്കൊന്ന് കുറേ ദിവസം പണിയെടുത്തിട്ടുണ്ട്. ഏകദേശം 1 മന്തിന് മേളിൽ പള്ളി സെറ്റ് ചെയ്യാനായിട്ട്. ശരിക്കും പള്ളിയാണ് അതിൻ്റെ ഒരു മെയിൻ ഇത്. അതെ. അത് നമ്മുടെ ഉഗ്രനായിട്ട് നമ്മൾ എന്താണോ നമ്മൾ വിചാരിച്ചത് അതിൻ്റെ മുകളിൽ നമ്മുടെ ആ ഡയറക്ടർ അനീഷ് നാടോടി അപ്പു മാരായിയും നമുക്ക് തന്നിട്ടുണ്ട്. എനിക്കൊന്ന് ആദ്യത്തെ ആ ഡയറക്ടർ മാറുകയൊക്കെ ചെയ്തില്ലേ? അതെ ഡയറക്ടർ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. എനിക്കൊന്ന് അത് തുടങ്ങി വെച്ചായിരുന്നു? ഇല്ല, തുടങ്ങി വെച്ചിട്ടില്ല. പുള്ളി കുറച്ച് ലൊക്കേഷൻ നോക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറുകയാണ് അനീഷ് നാടോടിലേക്ക്. ഈ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഷൂട്ടിംഗ് ഡേയ്സ് എങ്ങനെയുണ്ടായിരുന്നു? മീൻസ് നമുക്ക് എന്താണ് ഷൂട്ടിംഗ് ഡേയ്സ് ഉണ്ടായിരുന്നപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കണ്ടതിൽക്കാളും അവിടെ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് എന്തായിരുന്നു, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തായിരുന്നു? ഷൂട്ടിംഗ് ഡേയ്സ് എങ്ങനെയായിരുന്നു ആക്ച്വലി? അഡ്വാൻറ്റേജസ് അർജുൻ, ബാലു, അനശ്വര അവരൊരു കോമ്പിനേഷൻ. അവരൊരു ആക്ച്വലി ഭയങ്കര കോൺഫിഡൻറ്റും ഭയങ്കര നമുക്ക് കോൺഫിഡൻസ് കൂടി. ആക്ച്വലി അവർ ഭയങ്കര നമ്മളോട് സഹകരിച്ച് നമ്മൾ വളരെ സൗഹൃദത്തിലാണ്. നമ്മൾ വളരെ ഈസി ആയിരുന്നു എന്നൊക്കെ പറയാം. ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ, അത് വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്നു, വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ എനിക്ക് ലൊക്കേഷനിൽ വലിയ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. രഞ്ജി പണിക്കർ സാറ്, ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വളരെ സഹകരിച്ചിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ടാണ് ഷൂട്ട് പൂർത്തിയാക്കിയത്. പൊതുവെ നമ്മൾ സിനിമ കണ്ട ആൾക്കാരുടെ ഒരു ഏറ്റവും വലിയൊരു ഒരു അഭിപ്രായം ഞാൻ കേട്ടത് അതിൻ്റെ ഒരു വിഷ്വൽ ട്രീറ്റ് നന്നായിരുന്നു എന്നുള്ളതാണ്. ഒരു
സാധാരണ നമ്മൾ മലയാള സിനിമ കാണുന്നേക്കാളും എന്തോ വലിയൊരു സംഭവമായിട്ട് ഒരു വലിയ സിനിമയായിട്ട് തോന്നി എന്നുള്ളതാണ്. അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? അല്ല, അത് തന്നെ ഒരു വലിയ സിനിമ ആയിരിക്കണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. എന്നാലും അതിലേക്ക് എത്തിക്കാൻ എന്തൊക്കെ ഇത് ഈ ഒരു സ്ക്രിപ്റ്റില് കൂടുതലും സീൻസ് ഈ പള്ളിയച്ഛൻ്റെ റൂമിലാണ്. അതൊരു വലിയൊരു ഇതല്ലേ, ഒറ്റ പരിപാടി. അപ്പോൾ അത് ഈ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് അതൊരു വലിയ ചലഞ്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഈ 3 പേര് മാത്രം വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഈ റൂമിൽ. അപ്പോൾ അരോചകമാവാൻ സാധ്യതയുണ്ട്. ഈ ഒരു റൂമിൽ നമ്മൾ എത്രയൊക്കെ ക്ലോസ് വൈഡും വെച്ചാലും ഈ റിപ്പീറ്റഡ് ഈ വിഷ്വൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാമോഫിക് ലെൻസാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പടം ഓവറോൾ അനാമോഫിക് ലെൻസ്, അതിൻ്റെ ഒരു നോർമലി കാണുന്ന ഒരു ഫ്രണ്ട് ലെങ്ത് അല്ല അതിന്. വലിയ ഹോളിവുഡ് സിനിമയൊക്കെ കാണുന്ന ഒരു വലിപ്പം. പിന്നെ എല്ലാ ഷോട്ടുകളും നിങ്ങൾ നോക്കിയാൽ അറിയാം, മൂവ്മെന്റ്സ് ഉണ്ടാവും. നോർമൽ ക്ലോസപ്പ്, അതിന്റെ കൗണ്ടർ ക്ലോസ് അങ്ങനെയല്ല ഇത് വർക്ക് ചെയ്തേക്കുന്നത്. കുറച്ച് വൈഡായിട്ടായിരിക്കും വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ആ ജനറൽ വളരെ കുറവാണ്. അതെ, അതൊരു മൂന്നാമതൊരാൾ, അതായത് ഇപ്പൊ രണ്ടുപേരും തമ്മിൽ സംസാരിക്കണമെങ്കിൽ ആ റൂമിൽ മൂന്നാമതൊരാൾ നിന്ന് കാണുന്ന കാഴ്ച എങ്ങനെയാണോ ആ ഒരു കാഴ്ച അരോചകമാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ തന്നെ ചെയ്ത അതായത് ആ 3 പേര് ആ മുറിയിലുണ്ടെങ്കിൽ നാലാമതൊരാൾ അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ച ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വിഷ്വലി ഒരിക്കലും ആ റൂമിലുള്ള ഒരു 1-2 സീൻസ് വരുമ്പോൾ പോലും ആ റൂമിൽ തന്നെയാണല്ലോ എന്ന് ആരും പറഞ്ഞതായിട്ട് കേട്ടില്ല. അപ്പോൾ അതൊക്കെ ഈ ലെൻസിൻ്റെയും നമ്മളെ ഈ മേക്കിംഗ്, നമ്മൾ ഇങ്ങനത്തെ ഒരു രീതി അഡാപ്റ്റ് ചെയ്തതിൻ്റെയൊക്കെ ഒരു ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 2 തവണ ലൊക്കേഷന് വന്നപ്പോൾ വേണ്ടത് ഫുൾ ടൈം ജിബ് ഉണ്ടായിരുന്നു. അതെ, ജിബ് ശരിക്കും ഫുള്ള് ഉപയോഗിച്ചാ സിനിമ ഫുള്ള് നമ്മൾ ജിബ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ജിബിൽ തന്നെ ആയിരുന്നു ക്യാമറ ഫുൾ ടൈം. ജിബിലും പിന്നെ അല്ലാണ്ട് ഹാൻഡ് ഹെൽഡ് ഒക്കെ ഉണ്ട്. എനിക്ക് ജിബ് അല്ല പറയുന്നത് കേട്ടോ, ജിബ് ബോംബെ. എനിക്ക് ബോംബെ എന്നാണ്. എനിക്ക് മൂവ്മെന്റ് ഷോട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കുറച്ച് സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ മൈൽഡായിട്ടുള്ള ലൈറ്റ് മൂവ്മെന്റ്സിന് എപ്പോഴും ജിബ് ഭയങ്കര രസമാണ്. ഒരു എക്സ്പെൻസ് ഭയങ്കരമായിരിക്കില്ല. അപ്പോൾ എങ്ങനെ പ്രൊഡ്യൂസർ പുള്ളിക്ക് അത് നമ്മൾ 2-3 ദിവസം ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിയും ഭയങ്കരമായിട്ട് അതിൻ്റെ ഡിഫറൻസ് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ നമ്മൾ അല്ല കുറച്ച് എനിക്ക് തോന്നുന്നു അത് നമ്മൾ മുമ്പേ തന്നെ തീരുമാനിച്ചതാണ്. കാരണം ഈ എന്താ പറയുക, ഇത്തരത്തിലൊരു ഒരു രീതിയിൽ ഈ സിനിമയെ കൺസീവ് ചെയ്യാന്നുള്ള മുമ്പേ തീരുമാനിച്ചിട്ട് എടുത്തൊരു തീരുമാനം തന്നെയാണ്. നിങ്ങൾ ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ ആക്ച്വലി അവിടെ എന്താ ഉള്ളത്? ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ്, ഒരു ചെറിയ ബംഗ്ലാവ് പോലത്തെ നമ്മൾ മേക്കിംഗ് വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കണ്ടു. അതൊരു ചെറിയ ബ്രിട്ടീഷ് ബംഗ്ലാവായിരുന്നു. അതിൻ്റെ ഒരു ഫ്രണ്ട് ഫസാഡും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതിന് മുമ്പിലുള്ള ഇത്, അതിന്റെ പ്രതിമ എല്ലാം അത് ഈ ഒരു പള്ളി എന്ന് പറയുന്ന ഒരു രൂപമേ അല്ല ആ ഒരു ബംഗ്ലാവിനുണ്ടായിരുന്നത്. ഒരു ചെറിയ ബംഗ്ലാവ്. അതും ഈ എനിക്ക് തേയിലത്തോട്ടത്തിനൊക്കെ നടക്കുന്ന ഒരു മലയുടെ മുകളിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ബംഗ്ലാവ്. ലൊക്കേഷൻ അടിപൊളിയായിരുന്നു. തണുപ്പും കാര്യങ്ങളൊക്കെ അല്ലേ. ഡിസംബർ മാസത്തിലൊക്കെ ഷൂട്ട് ചെയ്ത് അത് ഓവറോൾ സിനിമയിലില്ലേ. ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര തണുപ്പ്. ഞാനങ്ങനെ അവിടെയാണെന്നൊക്കെ അറിയാം, കുട്ടിക്കാനപ്പുറത്താണ് എന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ 2 ദിവസം ലൊക്കേഷൻ. ഭയങ്കര തണുപ്പ്. ആ തണുപ്പോണ്ട് അന്ന് ഞാൻ വന്ന് ഇറങ്ങുന്ന അവിടെ നിന്ന് നല്ല മഴയും കൂടെയാണ്. ഈ മൊത്തം മഴ തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് ഒരു മഴയും തണുപ്പും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ആ ടൈമിൽ നമ്മൾ കോടയും കാര്യങ്ങളൊക്കെ വേണ്ടിയിരുന്നു. അതാണ് കോടയാലും ഭയങ്കര ഫണ്ണാണ്. നമ്മൾ രാവിലെ ഒരു 6 മണി ഒക്കെ ലൊക്കേഷനിലെത്തി നമ്മൾ ഒരു 7 മണി 7:30 8 മണിയൊക്കെ ആകുമ്പോൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരു 9 മണി വരെ നമ്മൾ ചില ദിവസങ്ങളൊക്കെ അത് അപ്പുറത്തും പോയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോൾ ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ ഡ്രൈവർ ചേട്ടന്മാർക്ക് ഇങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം ഓപ്പോസിറ്റ് വണ്ടി കാണാൻ പറ്റില്ല. നമ്മൾ ടയർഡായിരിക്കും, നമ്മൾ നല്ല ടയർഡായിരിക്കും, നമ്മൾ ഉറങ്ങും. അപ്പോൾ ഈ പറയുന്ന ഓപ്പോസിറ്റ് വണ്ടി കാണാൻ പറ്റില്ല അത്രയും. അത് പിന്നെ വളവുകളും തിരുവളവും അറിയാലോ. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പിന്നെ അവരെ വിശ്വസിച്ചങ്ങ് ഉറങ്ങുക തന്നെ. ഈ അനശ്വരയിലേക്ക് വരുമ്പോൾ അനശ്വരയുടെ ആക്ടിങ്ങിനെ പറ്റി എന്താ? ഞാൻ കുറെ ഇന്റർവ്യൂസിന് ഒരുപാട് എനിക്കൊന്ന് ഇന്റർവ്യൂല് ബാലും അർജുനൊക്കെ
ഒക്കെ ഇരുന്ന് വളരെ അതെ 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 അനശ്വരെ പറ്റി എന്തോ ഡയറക്ടർ രീതിയിൽ ഡയറക്റ്റ് ചെയ്യുമ്പോൾ സിനിമ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും 2 ഷെയ്ഡുകളാണ് ഈ ആ ക്യാരക്ടർ. അതെ അത് ഒരു സർട്ടൺ ഒരു സ്കെയിൽ അങ്ങോട്ടോ ഒന്ന് താഴെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രാമയായി പോകും. അനശ്വര വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അനശ്വരയെ സംബന്ധിച്ചിട്ട് ആ കുട്ടി നമ്മളൊരു വലിയ ടൈം എടുക്കില്ല ആ ഒരു ക്യാരക്ടറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ. അപ്പം വളരെ ഇമോഷണലായിട്ട് കണ്ണൊക്കെ നിറഞ്ഞ് കരയേണ്ട ഒരു സീനാണെങ്കിൽ പോലും ഒരു 1-2 സെക്കൻഡിൽ പുള്ളിക്കാരി അത് ഈ അനശ്വരയുടെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഭയങ്കര രസമായിട്ട് അനശ്വര ചെയ്തു എന്ന് തോന്നി എനിക്ക്. നമ്മുടെ PC പ്രഭു എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈറ്റ് മാസ്റ്ററാണ്. ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചു, എന്നോട് ഒരാൾ പറഞ്ഞത് ഈ അനശ്വര ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ നിൽക്കുന്ന ഒരു സാധനത്തിൻ്റെ അകത്ത് അവൾ ഇവിടെയൊക്കെ ഷിവർ ചെയ്യുന്നുണ്ട്, മനസ്സിലല്ലേ? അപ്പോൾ പുള്ളിക്കാരനെ സാധാരണ ആക്ടർ അങ്ങനെ അത്രത്തോളം ഇൻവോൾവ് ആകാത്ത ഒരു ആക്ടറിനൊന്നും അങ്ങനത്തെ ഒരു ഷിവറിങ് ഒന്നും വരത്തില്ല. അത് ഭയങ്കര, അത് വെറുതെ ഒരാളല്ല, ഭയങ്കര സിനിമയിൽ നിൽക്കുന്ന ഒരു ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരാൾ. അപ്പോൾ ആ കുട്ടി ഭയങ്കര ഗംഭീരമായിട്ട് നിൽക്കുന്നല്ലോ. ഞാൻ ആ സീക്വൻസ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് സാധാരണ അങ്ങനെ വരത്തില്ല എന്നൊക്കെ ഒരു സാധനം പറഞ്ഞു. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവൾ അതിൻ്റെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പുള്ളിക്കാരി കുറേ പരിപാടികൾ ചെയ്യും. ഈ അർജുൻ്റെ കോസ്റ്റ്യൂം ഭയങ്കരമായിട്ട് ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു സാധനമാണ്. ധന്യല്ലായിരുന്നു അത് നമുക്ക് കള്ളൻ ഒരു വ്യത്യസ്ത സിനിമയാണ് പറയുക. കള്ളൻ ഇത് നോർമൽ ഒരു കള്ളനല്ല, വ്യത്യസ്തനായ പുള്ളിക്കാരൻ്റെ ഒരു കുറേ സ്പെഷ്യാലിറ്റീസും പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ആണ് അങ്ങനെ ഒരു കോസ്റ്റ്യൂമിലേക്ക് ഒരു കാറ്റ് പോലെ പറന്നിറങ്ങുന്ന, ആർക്കും പിടുത്തം കിട്ടാത്ത. പുണ്യാളനല്ലല്ലോ അല്ലേ? അത് കുറച്ചാളുകൾ കാണാതെ ഉണ്ടാവുമല്ലോ സിനിമ കാണാൻ. പുള്ളിയാളനാണോ അല്ലയോ എന്നൊന്നും നമ്മൾ ശരിക്കും പറയുന്നില്ല, അങ്ങനെയാണോ? സിനിമ ഈ പുണ്യാളൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇപ്പം ഞാൻ കരുതുന്നത്, പുണ്യാളൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ ഒരു പുണ്യാളനാവുന്നത് ചില സിറ്റുവേഷനിലൂടെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫാദർ തോമസിന്റെ പുണ്യാളം തന്നെയാണ്. അങ്ങനെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ പുണ്യാളം ഉണ്ടാവുന്നു എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഞാൻ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന പോലെ കാസ്റ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ എത്രത്തോളം ആ സിനിമയിൽ അത് മെയിനായിട്ട് നമ്മുടെ കുട്ടികൾ എന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചു. ഞാൻ സത്യത്തിൽ ഈ കാസ്റ്റിംഗ് ഏറ്റെടുക്കുമ്പോൾ ഇതിൽ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടെന്ന് സത്യം പറയാൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാനത് വിടും. കാരണം അത് ചെറിയ പരിപാടിയല്ല. ഞാൻ പറയുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ ആ സിനിമയിൽ എത്രത്തോളം അത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് 6 പെൺകുട്ടികളുടെ അതെ ഓരോ വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഉള്ള അവരുടെ അതേ 6 പെൺകുട്ടികളും വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ 6 പെൺകുട്ടികളുടെയും ഒരു ഫ്രെയിമിൽ അവരെ വളർച്ച കാണിച്ചിട്ടുണ്ട്. ഓരോ പെൺകുട്ടികളും അതിൻ്റെ 3 വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ്, അപ്പോൾ 5 വയസ്സുള്ള കൊച്ച് 3 വർഷം കഴിയുമ്പോൾ എങ്ങനെ, അതിൻ്റെ തൊട്ടടുത്തുള്ള 3 വയസ്സുള്ള കൊച്ച് 3 വർഷം കഴിയുമ്പോൾ എങ്ങനെ എന്ന് പറയുന്ന ഒരു സാധനം. എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും അത് കാസ്റ്റ് ചെയ്ത് ശരിക്കും നമ്മൾ നല്ല പണിയെടുത്തിട്ടില്ലേ? പണിയെടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ഉണ്ട്. ഇപ്പം റിവ്യൂസിൽ പോലും എനിക്ക് തോന്നുന്നു കുറെ അധികം റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഈ ബാലു വർഗീസിന്റെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ കാസ്റ്റിംഗ് എനിക്കൊന്ന് കുറെ സമയം നമ്മൾ എടുത്ത് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് ഉണ്ട്. പിന്നെ ബാക്കി കാസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം നമ്മൾ ചെയ്യിച്ച് നോക്കിയൊക്കെ എടുത്തു. എനിക്കും കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ നല്ല കാസ്റ്റിംഗ്, നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ല പണിയെടുത്തു എന്ന് തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമ ലൊക്കേഷനിൽ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ പറയുന്നത് ഇത് 3 യങ്സ്റ്റേഴ്സ്, നിങ്ങളും ചെറുപ്പക്കാരൻ, ടോട്ടലി എനിക്ക് തോന്നുന്നു കുറേ എനിക്കൊന്ന് മേക്കിംഗ് വീഡിയോയിലൊക്കെ കുറേ ഫണ്ണും കാര്യങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ലൊക്കേഷനിൽ മാത്രം ചിരിക്കാനുള്ള ഫണ്ണ്? നിങ്ങൾ മാത്രം ചിരിച്ചാൽ പോരല്ലോ, നമ്മളോട് ചിരിക്കട്ടെ. ലൊക്കേഷനിൽ ഒരുപാട് പറയാനാണെങ്കിൽ 10 എത്ര ദിവസം ഉണ്ടായിരുന്നു? 90 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു. 63 ദിവസം. ഓക്കെ, 63 ദിവസം. ഞാൻ കൂടുതൽ ചോദിച്ചാൽ പെട്ടെന്ന് അത്രയും പോയില്ല എന്ന് പറയുന്നത് കറക്റ്റ് ഡേയ്സ്. ഷൂട്ടിംഗ് ഭയങ്കര ഫൺ കോമഡി. ഇവർ 3 പേരും ആയിരുന്നല്ലോ കൂടുതലും ലൊക്കേഷനിൽ. ഇവർ ബാലിച്ചേട്ടനൊക്കെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കോമഡി പർപ്പസ്ഫുള്ളി പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അത് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്താണ്. ഇൻസിഡൻസ് പറയൂ. ഇൻസിഡൻസ് കുറച്ചായില്ലേ. ഒരു പെട്ടെന്ന് ഓർമ്മ വരുന്നത് ബാലിച്ചേട്ടൻ, നമ്മളവിടെ തണുപ്പാണല്ലോ, അപ്പം കുറേ ആളുകൾക്ക് ഈ ജലദോഷം
ജലദോഷം പിടിച്ചു. കുറെ പേര് ഇടയ്ക്കിടയ്ക്ക് ഒരാൾ പോകുമ്പോൾ അടുത്ത ആൾ വരും, അടുത്ത ആൾ പോകുമ്പോൾ അങ്ങനെ ഷിഫ്റ്റിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കാട്ടുള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു തൈലം പോലൊരു പരിപാടിയാണ്. അപ്പോൾ അത് നമ്മൾ യൂണിറ്റിലേതോ ചേട്ടനാണോ അതോ നമ്മുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണോ ആണോന്നറിയില്ല. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ബാലിച്ചേട്ടൻ ഞാൻ ഇരിപ്പുണ്ട്, ഷോട്ട് എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ആർട്ടിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് റെഡി ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് 2-3 പേരൊക്കെ എൻ്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുള്ള 2-3 പേരൊക്കെ അത് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ തലക്കടിച്ച് കയറിട്ട് മറ്റേ ഒരു സാധനം ഇങ്ങനെ നമ്മൾ ഷോക്ക് അടിച്ച പോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിങ്ങനെ എൻ്റെ അടുത്തേക്ക് എത്തി. ചേട്ടാ ഒന്ന് ഇതാക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു അതല്ലേ വെറുതെ ഇരിക്കുകയാണ് ഇങ്ങനെ വെച്ചത്. എൻ്റെ അമ്മേ ഷോക്ക് അടിച്ച പോലെ ഇതാക്കി ആയിപ്പോയി. ബാലിച്ചേട്ടൻ ചിരിച്ചോണ്ട് തൊട്ടടുത്തിരിപ്പുണ്ട്. ഇതൊക്കെ എന്ത് ബാലിച്ചേട്ടൻ ഒന്ന് ഇതാക്കി എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത് കയ്യിലേക്ക് കൊടുത്ത് ബാലിച്ചേട്ടൻ കൂളായിട്ട് നമ്മളെടുക്കുന്ന കാട്ടി ക്വാണ്ടിറ്റി അടുത്ത പുള്ളി. അപ്പോൾ എല്ലാവരും പുള്ളി തന്നെ ശ്രദ്ധിച്ച് നോക്കുകയാണ്. ഒരു കുഴപ്പമില്ല. നമ്മൾ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ചോദിച്ച് പുള്ളിക്ക് ഒരു പ്രശ്നമില്ല. പുള്ളി കൂളായിട്ട് ഇതൊക്കെ എത്ര നമ്മൾ കണ്ടേക്കുന്നത്. ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ ഷോട്ട് റെഡി അല്ലേ എന്ന് പറഞ്ഞിട്ട് പുള്ളി എണീറ്റ് പോകുന്ന കൂട്ടത്തിൽ നോക്കുമ്പോൾ ഞാൻ ഈ മോണിറ്ററിൻ്റെ അടുത്ത് ഒരു ടൈഗർ ബാം വെച്ചിട്ടുണ്ടായിരുന്നു, റെഡ് കളറിൽ കേട്ടോ. ഒന്നും ആയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ടൈഗർ ബാം എടുത്തിട്ട് കുറച്ച് ഇതങ്ങാണ്ട് പുള്ളി എരിഞ്ഞ് കയറിയിട്ട് ഈ വലിയ സംഭവം ചെയ്തിട്ട് പുള്ളിക്കൊന്നും ഇത് പുള്ളി ടൈഗർ ബാം ഇത്രയും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ പ്രതീക്ഷിച്ചില്ല. ഇത് പുള്ളി എരിഞ്ഞിട്ട് അവസാനം പുള്ളി കാരവാനിൽ പോയി എന്തൊക്കെയോ കാണിച്ചിട്ടൊക്കെയാണ് അത് പറഞ്ഞ് നമ്മൾ കളിയാക്കും. അത് പെട്ടെന്ന് ഇങ്ങനെ അത് ഞാൻ ഒരു കാര്യം പ്രൊഡക്ഷന് മുമ്പ് എനിക്ക് ബദാം മതി, എനിക്ക് മറ്റേ ഇത് മതി, എനിക്ക് എന്താ മറ്റേ അണ്ടിപ്പരിപ്പ് മതി എന്നൊക്കെ പറഞ്ഞ് മേടിച്ച് വെച്ച് ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞായിരുന്നോ അവരോട്? അത് കോമഡിയാണ്. അതായത് തടി കുറച്ച് കൂടിയായിരുന്നു. അപ്പോൾ മില്ലറ്റ്സ് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മാത്രം കഴിച്ച് മുന്നോട്ട് പോകാമെന്നൊക്കെ വളരെ വലിയ തീരുമാനം എടുത്തിട്ടൊക്കെയാണ്. അപ്പോൾ 2 ദിവസമൊക്കെ ആയപ്പോൾ ടെൻഷനൊക്കെ ആയിട്ട് പിന്നെ അപ്പോൾ ഈ ഡയറ്റ് ഫുഡും കഴിക്കും, പിന്നെ അതിൻ്റെ കൂടെയുള്ള ഫുഡും ഡയറ്റ് ഫുഡ് ഒരുമിച്ച് കഴിച്ചിട്ടാണ് വിമൽ പറഞ്ഞ തടി കൂടിയത്. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ആദ്യ സിനിമ എന്ന് പറയുന്ന സംഭവത്തിൽ ഡയറ്റും പരിപാടിയൊന്നും നടക്കില്ല. കാരണം അത്രത്തോളം ടെൻഷനും പരിപാടിയിലൂടെ ആയിരിക്കും നമ്മളിങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ സാധാരണ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ആളുകൾ ഫുഡ് കഴിക്കാറില്ല. എനിക്ക് നേരെ തിരിച്ചാ. ടെൻഷൻ വന്നാൽ നല്ല രീതിയിൽ ഫുഡ് കഴിക്കും. അങ്ങനെ ഡയറ്റ് ചെയ്ത് 20 കിലോ കൂട്ടി. രണ്ടും കഴിച്ചു. ഡയറ്റ് ഫുഡ് വേസ്റ്റ് ആക്കിയില്ല. എന്റെ കൂടെ ഉള്ളവരൊക്കെ എന്നെ ട്രോളുന്നത് അതും കഴിച്ചു. അത് ഡയറ്റ് ഫുഡ് കഴിക്കും, മറ്റേതും കഴിക്കും. അപ്പൊ സത്യത്തിൽ ഡയറ്റ് ഫുഡ് വേണ്ടായിരുന്നു. ആ കലോറി കുറഞ്ഞു കിട്ടിയത്. അവസാനം അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ നല്ല ഇതായെന്നാ പറഞ്ഞു. പുറകിരുന്ന് മേടിച്ച് കഴിച്ചായി പുഷ്ടിയായി. അതെന്തായാലും നന്നായി. ബാലസാറിന്റെ ഇത്ര വലിയൊരു എന്താണ് എനിക്കൊന്ന് പലപ്പോഴും ഭയങ്കര തീവ്ര ആരാധന, സാധാരണ ആരാധനയല്ല, തീവ്രമായിട്ടുള്ള ഒരു ആരാധന. വിമലിന്റെ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രം അറിയാവുന്നൊരു സീക്രട്ടാണ്. എനിക്ക് ഈ ഭയങ്കര റോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അവരുടെ ലൈഫൊക്കെ വെച്ചിട്ടുള്ള സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ കൂടുതൽ ചെയ്യുന്നത് ഈ തമിഴിലെ ഡയറക്ടേഴ്സാണ് കൂടുതലും. അവരുടെ ഒരു ലൈഫ് കൾച്ചർ അങ്ങനത്തെ ഉണ്ടായിരിക്കും. ബാലാസാറിൻ്റെ പടങ്ങളൊക്കെ ഏത് പടം ഏറ്റവും ഇഷ്ടം? എനിക്ക് ബാലാസാറിൻ്റെ പുള്ളി ചെയ്ത എല്ലാ സിനിമകളും എനിക്ക് എന്നാലും എടുത്ത് പറയാൻ എനിക്ക് ഏറ്റവും നല്ല സിനിമ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഞാൻ കടവുകളായിരിക്കും. പക്ഷെ നമുക്ക് അതിൽ മാത്രം ഒതുക്കി നിർത്താൻ പറ്റില്ല. പുള്ളിയുടെ എല്ലാ ഒരു കൾട്ട് ക്ലാസ് മൂവീസാണ്. അടുത്ത പടം എങ്ങനെയാണ്? അങ്ങനത്തെ പടമാണോ? പടമാണ്. എനിക്ക് പിതാമകനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇതേ, നമ്മൾ പണ്ട് സിനിമ കാണുമ്പം വിക്രമായിരുന്നു ആ പടത്തിൽ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചത്. വിക്രമായിരുന്നു. അന്ന് നമ്മൾ ആക്ടർ എന്നുള്ള രീതിയിലൊന്നും വന്നിട്ടില്ല. അന്ന് വിക്രം ആയിരുന്നേ. പിന്നീട് ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് സൂര്യ അങ്ങോട്ട് എന്നെ ഞെട്ടിക്കുന്നതായിട്ട് തോന്നി. ഈ പുള്ളിയുടെ സിനിമയിൽ ആര് വന്നാലും ഇപ്പം അവൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ സിനിമ, അതിൽ വിശാലും ആര്യൊന്നും നമുക്കങ്ങനെ കാണാൻ, പുള്ളി ഒരു ക്യാൻവാസ്
പുള്ളി ക്രിയേറ്റ് ചെയ്യും. അതിൽ ഈ ആർട്ടിസ്റ്റിനെ കൊണ്ടിടുകയാണ് ചെയ്യുക. അവിടെ കിടന്ന് അഭിനയിച്ച് നമ്മൾ തെളിഞ്ഞോണോ എന്നൊക്കെ പറയുന്നൊരു പ്രോസസ്സാണ് പുള്ളിയുടെ പരിപാടി. പുള്ളി ബാലസാറ് പിന്നെ ആർട്ടിസ്റ്റുകളെ തല്ലും അങ്ങനത്തെ ആക്ടിവിറ്റീസിനോടൊക്കെ താല്പര്യമുണ്ട്. അങ്ങനെയൊക്കെ മലയാളത്തിൽ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാം നമ്മുടെ ആർട്ടിസ്റ്റുകൾ. നമ്മൾ ഒരു പൂ ചോദിച്ചാൽ 10 പൂ പൂക്കാലം തിരിച്ചു തരുന്ന. അത് നിങ്ങൾ പറഞ്ഞ തമിഴ് ആർട്ടിസ്റ്റുകളെ താത്തിക്കെട്ടിയ പോലെ ആയിപ്പോയി കേട്ടോ. അത് വേണ്ടേ. അല്ല പുള്ളി എനിക്കൊന്നും ഇപ്പം ബാലാസാറ് ഇപ്പം ഒന്നും ഉണ്ടാവില്ല. അതൊന്നും എനിക്കൊന്ന് പുള്ളിയുടെ ഒരു പുള്ളി അടിക്കുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അത് എനിക്കൊന്ന് ഞാൻ അതൊക്കെ വെറുതെ പറയുന്നത്. എനിക്കൊന്നും ഒരു തമിഴ് സിനിമയിൽ ശരിക്കും പറഞ്ഞ ഒരു മാറ്റം കൊണ്ടുവന്നത് ബാലസാറാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ഒരു ഘട്ടം കഴിഞ്ഞ് സേതു തൊട്ട് അങ്ങോട്ട് വലിയൊരു മാറ്റം തമിഴ് സിനിമയിൽ സംഭവിച്ചു. ബാലു മഹേന്ദ്ര സാറിന്റെ ശിഷ്യന്മാരിൽ പെട്ട ഒരാളാണ് അദ്ദേഹം. ബാലു മഹേന്ദ്ര സാറിന്റെ സിനിമകൾ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഈ ഒരുപാട് മാറ്റങ്ങൾ സിനിമയുടെ ഈ ലൈറ്റിംഗ്. പുള്ളി ലെജൻഡറി ആയിട്ടുള്ളൊരു ഫിലിം. അത്തരത്തിൽ ഈ നമ്മൾ സിനിമ ഇപ്പോൾ ഈ ബാലാസാറിൻ്റെ സിനിമകളുണ്ട്. നായകൻ മിക്ക സിനിമകളിലും നായകൻ മരിക്കും അല്ലെങ്കിൽ നായിക മരിക്കും. ഈ ഫോമാറ്റ് എല്ലാ സിനിമകളിലും ഉള്ള ഫോമാറ്റ് അല്ല. മീൻസ് ഈ തല്ല് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റോ ആയിട്ടുള്ള തല്ലുകളായിരിക്കും. മേക്കപ്പ് ഉണ്ടാവില്ല ആർട്ടിസ്റ്റുകൾക്ക്. കൂടെ കുറച്ച് കരിയും വരുത്തേക്കും. നായകൻ സൗന്ദര്യമുള്ള ആളായിരിക്കില്ല. നായികയ്ക്ക് അതായത് സിനിമയുടെ മറ്റേ ഞാൻ കടവിലൊക്കെ പൂജയൊക്കെ എനിക്ക് തോന്നുന്നല്ലേ ഭയങ്കര വികൃതമാക്കി കളഞ്ഞല്ലേ. അത് നമ്മൾ സിനിമയിൽ സ്ഥിരം നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ട് പരിചയമുള്ള തരത്തിലല്ല പുള്ളി അപ്രോച്ച് ചെയ്യുന്നത് പല കാര്യങ്ങളും. ഒരു കാലഘട്ടമായിരുന്നു അത്. അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ്. അവിടുന്ന് പിന്നെ അതേ ബാലസാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് അമീർ പരുത്തിവീരൻ എന്നും പറഞ്ഞു വരുന്നു അല്ലേ. വേറൊരു പരുത്തിവീരൻ നമ്മൾ കണ്ടറിയാം. എന്ത് ഇമോഷണൽ ഗ്രാഫൊക്കെ അത് ഭീകരമാണ്. നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും. അങ്ങനത്തെ സിനിമ മലയാളത്തിൽ ചെയ്യണം എന്നുള്ളതാണോ? അല്ല അങ്ങനത്തെ സിനിമകൾ ഞാൻ പറഞ്ഞ അങ്ങനത്തെ സിനിമകൾ മലയാളത്തിൽ ഇപ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ജോണേഴ്സ് വേൾഡ് സിനിമയിൽ തന്നെ ചർച്ച ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകൾ മലയാള സിനിമയിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് തമിഴ് സിനിമ പോലെ മലയാളത്തിൽ ചെയ്യണം അങ്ങനെയില്ല. മലയാളത്തിൽ നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി എങ്ങനത്തെ സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹം? നല്ല സിനിമകൾ ചെയ്യണമെന്നാണ് നല്ല മെയിനായിട്ടുള്ള ആഗ്രഹം. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ സോഫ്റ്റ് ഹാർട്ടഡ് പരിപാടികളിൽ നിന്ന് മാറി കുറച്ച് എക്സ്പെരിമെൻ്റൽ പരിപാടികൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷെ അതിന് നമ്മളെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റും ഒക്കെ നമ്മുടെ ഈ ഭ്രാന്തിൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്നൊരു. അതെ, പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 മാസമായില്ലേ? അതെ. എന്താണ് അടുത്ത പരിപാടി? തുടങ്ങിയോ? അടുത്ത പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ പരിപാടിയാണ്. അത് ഞാൻ വഴിയെ പറയാം. ത്രില്ലർ തന്നെയാണ്, ഒരു നോൺ ലീനിയർ ത്രില്ലർ തന്നെയാണ്. കുറച്ച് വലിയ പരിപാടിയാണ്. അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. പരിപാടികളൊക്കെ കഴിഞ്ഞു, സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞു. നമ്മളതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. ഒരു വലിയ പടം കാണാം അങ്ങനെയാണ്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ. ബാലസാറിൻ്റെ ശിഷ്യനെ കാണാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടാവണം എന്നുള്ളതാണ് അല്ലേ. അങ്ങനെ ഒരു വലിയ പടം അടുത്തത് ഈ ടൈപ്പ് ഓഫ് ഈ ജോണർ ഒന്നും അല്ല. പുണ്യാളൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്നൊക്കെ പറയാം. നമ്മൾ ആഗ്രഹിച്ച പടം. പുണ്യാളൻ ആഗ്രഹിച്ച പടം തന്നെയാണ്. വ്യത്യസ്തമായ മറ്റൊരു സിനിമ ആയിരിക്കും. ഇൻസ്റ്റയിൽ താഴെ മഹേഷ് മധു നരേറ്റർ എന്ന് പറഞ്ഞു. ഈ നരേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? എനിക്ക് കഥ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കഥ പറഞ്ഞു നോക്കട്ടെ. സമയമുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര്. സിനിമയിലൂടെ കഥ പറയാ. സിനിമയിലൂടെ ഞാൻ മുമ്പ് സിനിമ ഇല്ലായിരുന്നല്ലോ. അപ്പോഴും ഞാൻ ഈ കുഞ്ഞു ചെറു കഥകളൊക്കെ എഴുതി കൂട്ടുകാരൊക്കെ വിളിച്ചിരുത്തി കഥ പറയുന്നൊരു പരിപാടി. കഥ കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു പേര് ഇങ്ങനെ വന്നിട്ട് ഇട്ടെന്നേ ഉള്ളൂ. വലിയ അർത്ഥതലങ്ങളൊന്നും ആ പേരിനില്ല. ഇല്ല. നരേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ കഥ പറച്ചിലിനെയാണ്. അതെ. കഥ പറയാൻ ഇഷ്ടമാണ്. കഥ പറയാനും കേൾക്കാനും ഒക്കെ ഇഷ്ടമാണ്. കഥ പറയാനും കാണിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നരേറ്റർ. ജീവിതത്തിൽ നമ്മൾ നരേറ്ററായിട്ട് തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കഥകളോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് കൂട്ടുകാരൻ തൊട്ടേ. മേ ബി എനിക്ക് എന്തുകൊണ്ട് ഈ സിനിമ എന്ന് പറയുന്നൊരു ചോദ്യം എൻ്റെ അടുത്ത്
ചോദിച്ചാൽ ആഴത്തിൽ അതിനൊരു ഉത്തരം തരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അൾട്ടിമേറ്റ് എനിക്കിഷ്ടം കഥകളോടാണ്. ഒരു മനുഷ്യനെ ഇത്രയും തിരക്ക് പിടിച്ച ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഒരു 2.5 മണിക്കൂർ ഒരു സ്ഥലത്ത് മറ്റൊന്നും ചെയ്യാതെ അവനെ ഇങ്ങനെ പിടിച്ചിരുത്തണമെങ്കിൽ അതൊരു കഥയ്ക്കാണ് പറ്റുക അല്ലേ? ആ സിനിമയുടെ ഒരു മാജിക് അതാണ്. കഥ പറയുക എന്നുള്ളൊരു ഒരു ഒരു കഥ. മനുഷ്യന് കഥ കുട്ടിക്കാലം തൊട്ട് കുഞ്ഞൊരു കൊച്ചിനെ ഇരുത്തി ദൂരെ ദൂരെ ഒരു നാട്ടിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിക്കാലം തൊട്ട് നമ്മൾ കേട്ടിരിക്കുന്ന ഒരു അത്ഭുതമില്ലേ, ഒരു അത്ഭുതത്തോടെ നമ്മൾ കാണുന്ന ഒരു വിഷ്വലും. അതെ. അപ്പൊ ആ ഒരു കൗതുകമാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടെത്തിച്ചതെന്ന് നമ്മൾ വളരെ ഹൃദയത്തിൽ നിന്ന് പറയാം. അതുകൊണ്ടൊക്കെയാണ് ഈ നറേറ്റർ കഥ പറയാനും കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നറേറ്റർ എന്നുള്ള ഈ കഥ പറച്ചിലിൽ ഒരു മുൻഗാമി എന്നുള്ള രീതി പറയുകയാണെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട കഥ പറച്ചിലുകാരൻ ആരായിരിക്കും? എനിക്ക് ജോൺ പോൾ സാറിനെ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ സിനിമകൾ ഇഷ്ടമാണ്. പുള്ളിയുടെ ഇൻ്റർവ്യൂസ് ഈ സഫാരി ചാനലിലൊക്കെ എന്ത് രസമായിട്ടാണ് പുള്ളി കഥ പറയണ്ട. പുള്ളി എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയുന്നത് തന്നെ ഫുഡിനെ പറ്റി പറയുന്നത് കുറിച്ച് പറയാൻ തന്നെ നമുക്ക് കഴിക്കുമ്പോഴെന്നുള്ളതല്ല പറഞ്ഞു നമ്മളെ അല്ലേ. അതെ അതെ അതെ. എഴുത്തും ഭയങ്കര രസമുള്ള പരിപാടിയാണ്. പിന്നെ ഒരു കാര്യത്തെ പുള്ളി ഭാഷ ഉപയോഗിക്കുന്ന രീതിയാണെങ്കിലും ഭയങ്കര അതെ അതെ അത് പുള്ളിയുടെ ഒരു ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കാര്യം പറയുന്നത് എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കും. പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവ് ഇപ്പോൾ ഒരു ഫുഡിനെ കുറിച്ച് പുള്ളി പറയുകയാണെങ്കിൽ പുള്ളിയുടെ ഒരു പെർസ്പെക്റ്റീവ് അത് പറയുമ്പോൾ നമ്മളത് കേട്ടിരുന്നു പോകും. പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കുറച്ച് ചോറും മീൻകറി ആയിരിക്കും, അതിനെക്കുറിച്ചായിരിക്കും പറയുന്നത്. പക്ഷെ പുള്ളി അത് പറയുമ്പോൾ രണ്ടുപേർക്കും ഫുഡും വലിയ താല്പര്യമുള്ളതുകൊണ്ട് കഥ പറച്ചില് ജോൺ പോൾ സാർ തന്നെയാണ് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. ശ്രീനേട്ടൻ ഭയങ്കര. ഈ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ആരായിരിക്കും? നമ്മൾ അത്ഭുതപ്പെടുത്തിയ ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ലാലേട്ടനും മമ്മൂക്കയും തന്നെയാണ് നമ്മളെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന. എന്താണ് ഇവർ തമ്മിലൊരു വ്യത്യാസം എന്താ തോന്നി? അവർ തമ്മിൽ രണ്ട് ടൈപ്പ് ഓഫ് കോഴ്സ് രണ്ട് ടൈപ്പ് ഓഫ് ആക്ടേഴ്സ് തന്നെയാണ്. പക്ഷെ നമുക്ക് എന്താ അവരെ പറ്റി പറയാൻ പറ്റുക ഇല്ലേ? അത്ഭുതങ്ങൾ തന്നെയാണ്. രണ്ട് അത്ഭുതങ്ങൾ മലയാള സിനിമയുടെ 2 അത്ഭുതങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇവരെ വെച്ച് അഭിനയിപ്പിക്കണം എന്ന് ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാ ഡയറക്ടേഴ്സിനെ പോലെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എനിക്ക് ലാലേട്ടനെ വെച്ചിട്ടൊക്കെ ഒരു പടം ചെയ്യണമെന്ന് ഭയങ്കര വലിയ ആഗ്രഹമാണ്. അതുപോലെ മമ്മൂക്കി വെച്ചിട്ടും എത്തും എന്ന് വിശ്വാസമുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ എത്രാമത്തെ സിനിമ അത് ദൈവത്തിന്റെ കയ്യിലാണ്. പക്ഷെ സിനിമ ചെയ്യും. ഈശ്വര വിശ്വാസിയാണോ? ഈശ്വര വിശ്വാസിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ ഈ പറയുന്ന പോലത്തുള്ളൊരു ദൈവത്തിലാണോ എന്ന് വിശ്വസിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വിശ്വസിക്കുന്ന ഒരു ഈശ്വരനുണ്ട്, അതിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരു ഈശ്വരൻ ഈ പറയുന്ന പോലെ സ്പിരിച്വലി ഉള്ളൊരു ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു അൾട്ടിമേറ്റ് സൂപ്പർ പവർ എന്നൊക്കെ പറയുന്ന ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ പള്ളി, അമ്പലം, ജാതി ആ വ്യവസ്ഥകളിലോടൊന്നും താല്പര്യമില്ല. അല്ലാതെ ഒരു അൾട്ടിമേറ്റ് പവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന നമുക്ക് വേണ്ടതെല്ലാം തന്ന് നമ്മളെ കൂടെ നമ്മളിങ്ങനെ നിർത്തുന്ന ഒരു അൾട്ടിമേറ്റ് പവർ ഉണ്ടെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എത്രാമത്തെ വയസ്സിലാണ് പുണ്യാളം സംഭവിക്കുന്നത്? 32ാമത്തെ വയസ്സിൽ. വളരെ ചെറുപ്പത്തിലെ അങ്ങനെ അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു 22-23 വയസ്സ് 24 നമ്മൾ ഇറങ്ങി ഒരു 7-8. ഞാനിത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരെ ഞാൻ ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ ഒരു ഫിലിം എഡ്യൂക്കേഷൻ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് പലപ്പോഴും പ്രേക്ഷകർക്ക് അറിയില്ല, പ്രേക്ഷകർക്ക് ഇൻഫർമേഷന് വേണ്ടി പറയാം. വിമൽ കൊച്ചിയിലുള്ള പല വലിയ ആക്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഫാക്കൽറ്റിയാണ്, ടീച്ചറാണ്. അതെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാസ്റ്റിംഗ് നമ്മൾ എത്തിയതും അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മളങ്ങനെയാണ് പരിചയപ്പെടുന്നത്. ഈ പറഞ്ഞ കുട്ടികൾക്ക് എപ്പോഴും ഉണ്ടാകുന്നത് ഒരു ആക്ടർ ആണെങ്കിലും ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിലൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ഏറ്റവും ഒരു പ്രശ്നമാണ് നമുക്ക് എന്ന് എത്താൻ പറ്റും, എങ്ങനെയാണ് ആക്ച്വലി വഴി. പിന്നെ ചിലർക്ക് ഇത് അങ്ങനെ സീരിയസ് അല്ല, ഇത് സംഭവിച്ചോളും എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. പലപ്പോഴും കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞ് തിരിച്ചു പോകും.
അവർക്കൊക്കെ എനിക്ക് ഞാൻ അതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചത് എങ്ങനെയാണ് എത്തിയത്, അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്, അത് അസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരിടത്ത് വന്നു, നമുക്ക് ഭയങ്കരമായിട്ടൊരു പാഷൻ ഉണ്ട്, ആ പാഷന് വേണ്ടിയിട്ട് ആദ്യം വന്ന് നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്നും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരും. എനിക്ക് പറയുന്ന പുതിയ ട്രൈ ചെയ്യുന്ന കുട്ടികളോട് പറയാനുള്ളത്, നമുക്കൊരു അൾട്ടിമേറ്റ് എയിം, ഒരു ലക്ഷ്യം, ഒരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി മടിയില്ലാതെ, ഫ്രസ്ട്രേറ്റഡ് ആവാതെ, ഹാപ്പി മൈൻഡോടെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം. അത് സംഭവിക്കും. ചിലപ്പോൾ ഈ പറഞ്ഞ ശ്രീനിയേട്ടൻ പറഞ്ഞൊരു പരിപാടിയായിരിക്കും എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു വലിയ പാറയായിരിക്കും നമ്മുടെ ലക്ഷ്യം, അത് പൊട്ടിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ ലക്ഷ്യം. അതിന് ചിലപ്പം 100 അടി അടിക്കേണ്ടി വരും. ചില ആളുകൾ ചിലപ്പോൾ 1-2 അടിയിൽ അത് പൊട്ടിക്കും. നമുക്ക് ചിലപ്പോൾ 50ാമത്തെ അടിയിലായിരിക്കും അത് പൊട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് 49 അടി നമ്മൾ അടിച്ചേ പറ്റുള്ളൂ. അപ്പം 49ാമത്തെ അടി അടിച്ചതുകൊണ്ടാണ് പാറ പൊട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 1 തൊട്ട് 49 അടി ആ പാറയിൽ വീണുകൊണ്ടാണ് 50ാമത്തെ അടിയിൽ അത് പൊട്ടിയത്. അപ്പോൾ ആ 49 അടിയും നമുക്ക് ഗുണം തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ. നമുക്കൊരു പാഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി തിരിച്ചാൽ അതിലേക്ക് എത്താൻ പറ്റും ഉറപ്പായിട്ടും. അതെ, പാറ ഒരിക്കൽ പൊട്ടിയിരിക്കും. അതെ, അപ്പോൾ അതൊരു യൂണിവേഴ്സൽ ലോ ആണ്. അതെ, പാറ ഒരിക്കൽ പൊട്ടിയിരിക്കും. ആ ലോയെ തന്നെ പിന്തുടർന്നാണ് ഇതുവരെ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളൊരു ലക്ഷ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് അധ്വാനിച്ചാൽ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു തോന്നുന്നത്. അതിനുവേണ്ടി നമ്മൾ പണിയെടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് എത്താൻ പറ്റും എന്ന് പറയുന്ന ഒരു ലോ നമ്മൾ അത് കേട്ടിട്ടുണ്ട്. അത് ആ കേട്ട ലോയെ വെച്ച് മുന്നോട്ട് പോവുകയും തൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കയറി സക്സസ് ആയി നിൽക്കുകയും ചെയ്യുന്ന ഒരു ലെവലിൽ നിന്ന് ചോദിക്കുമ്പോൾ, ഒരു 10 വർഷത്തിന് ശേഷം, ഒരു 2035 മഹേഷ് മധു എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും അത് ലക്ഷ്യം കണ്ടിട്ടുണ്ടോ? ഒരു പ്രൊഡ്യൂസർ ആവാം, അല്ലെങ്കിൽ ഒരു ഓസ്കാർ നേടി നിൽക്കുന്ന ഒരാളാവാം. നമുക്ക് അങ്ങനെ സ്വപ്നങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലക്ഷ്യങ്ങളുണ്ട്. ഒരു 2035 അല്ലേ ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട്. അതാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായിരിക്കും അത് പറയുകയാണെങ്കിൽ കുറച്ച് വലിയ അത്യാഗ്രഹമാണ്. പറയാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. മലയാളത്തിൽ അല്ലെങ്കിൽ 1-2 ഭാഷകളിൽ നല്ലോണം അഭിനയിക്കുന്ന ഒരു ആക്ടറും, പല ലാംഗ്വേജസിൽ പടം സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകൾ ചെയ്ത് നിൽക്കുന്ന ഡയറക്ടറുമാകണമെന്നാണ് ആഗ്രഹം. പിന്നെ പറ്റിയാൽ 1-2 പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണം. 2035 ആകുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യും. നമ്മുടെ സ്വപ്നങ്ങൾ ഇതുവരെ എത്തി, അങ്ങോട്ട് എത്താൻ പറ്റും. അതെ. രഞ്ജിത്ത് സാർ എനിക്ക് തോന്നുന്നു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള റോളാണ് ചെയ്തല്ലേ? സാധാരണ ചെയ്യുന്ന കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് ടഫായിട്ടുള്ള ആളെ കൊണ്ട് നമ്മൾ ഡാൻസ് ഒക്കെ കളിപ്പിക്കണമായിരുന്നു. പൊതുവെ മറ്റേ ഇതിൻ്റെ അകത്ത് എല്ലാവരും പറയും ഇച്ചിരി മസിൽ വിട്ടേ എന്ന് പറയുന്ന മസിലൊക്കെ വിട്ട് ഡാൻസ് ഒക്കെ കളിപ്പിച്ചു. പിന്നെ വൈനൊക്കെ കുടിച്ച് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പേടി, ഇത് പുള്ളി ഡാൻസ് കളിക്കുമെന്നൊക്കെ വെച്ചിട്ട് പുള്ളി വളരെ കൂളായിട്ട് കളിച്ച് ഡാൻസ് കളിച്ച് രസമായിട്ട് ആ ക്യാരക്ടർ ഒരു നെഗറ്റീവ് ടച്ച് ഒരു ടഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി. ഇത് കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു വലിയ ഒരു താരനിരയുള്ള സിനിമയായിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ കുറേ സാധനങ്ങൾ ആ സിനിമയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. ആദ്യ സിനിമ എന്നെ പോലെ തന്നെ എല്ലാ ഡയറക്ടേഴ്സിനും നമ്മുടെ പോരായ്മകളും നമ്മുടെ പ്രശ്നങ്ങളും ഒക്കെ പഠിക്കാനുള്ളൊരു ഒരു സ്കൂളും കൂടെയാണ്. സൗണ്ട് എഫക്ട്സ് ചെയ്ത് ബാഹുബലിയുടെ സൗണ്ട് എഫക്ട്സ് ഒക്കെ ചെയ്തു. ബാഹുബലി അല്ല, കാന്താരയൊക്കെ ചെയ്ത്. കാന്താരയുടെ ആ സൗണ്ടും അരുൺമണിയാണ് അലർച്ചയൊക്കെ ചെയ്തിട്ടുള്ള അല്ലേ? അരുൺമണിയാണ് സൗണ്ട് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു പെർഫെക്റ്റ്, അതിൻ്റെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഫോളിയിലും കാര്യങ്ങളിലും ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു റൂമിനകത്ത് നടക്കുമ്പോൾ ഈ നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദമുണ്ട്, പുറത്ത് നിൽക്കുമ്പോൾ അകത്തുനിന്ന് കേൾക്കുന്ന ശബ്ദമുണ്ട്. അങ്ങനെ കുറേ പരിപാടികൾ ഇതിൻ്റെ അകത്ത് സൗണ്ടിന്. പിന്നെ ആ പെട്ടി ഓപ്പൺ ചെയ്യുന്നതും അതിൻ്റെ ഉള്ളിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ട് ഡിസൈൻസ് ആവശ്യമുണ്ടായിരുന്നു. അത് അനുചേട്ടൻ പൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ 2035 ഇനി വീണ്ടും നമുക്ക് കാണാം. 2035 വരെ കാണാൻ പറ്റില്ല, അടുത്ത തവണ കാണുമ്പോൾ വരാം. എന്നാലും 2035 ഇതൊക്കെ നടക്കുമോ എന്നുള്ളതാണ്. നടക്കട്ടെ, എല്ലാവിധ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പൂർത്തിയാവട്ടെ. എന്തായാലും ഒരു ജേണി ആരംഭിച്ചു, അതൊരു സക്സസ്ഫുൾ ആവട്ടെ. സക്സസ്ഫുൾ ആയിട്ടുള്ള
ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ, ഒരു ആക്ടർ എന്നുള്ള രീതിയിലൊക്കെ ഒരു വലിയ നിലയിലേക്ക് എത്താൻ ആ പറയുന്ന സൂപ്പർ നാച്ചുറൽ പവർ സഹായിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. വിമലും വലിയൊരു ആക്ടറും കാസ്റ്റിംഗ് ഡയറക്ടറൊക്കെ ആയി ഒക്കെ ആയിട്ട് ഞാൻ വിമലിനെ ഇന്റർവ്യൂ ഇതിലേക്ക് വരട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കളിക്കാം. കളിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.